ഖത്തർ ജയിലിൽ കഴിയുന്ന 600-ലധികം ഇന്ത്യക്കാരായ തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ദ്വിരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ഖത്തർ ജയിലിൽ കൂട്ടനിരാഹാര സമരം ആരംഭിച്ചതായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് സജിത് ആർ.ജെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ നീതിക്കായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് സഹകരണത്തോടെ അഡ്വക്കേറ്റ് അജീഷ് എസ്. ബ്രൈറ്റ് മുഖേന കേരള ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണനയിലുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോഴിക്കോട് ആദായനികുതി വകുപ്പിന് മുന്നിൽ തടവുകാരുടെ ബന്ധുക്കൾ കൂട്ടനിരാഹാര സമരം ആരംഭിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. നമ്മളും ഇന്ത്യ ഗവൺമെന്റും ഖത്തർ ഗവൺമെന്റുമായിട്ട് ഒരു ബൈലാറ്ററൽ അഗ്രിമെന്റ് ഉണ്ട്, പ്രിസണേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. അതിന്റെ പേരിലാണ് നിങ്ങളുടെ പത്രത്തിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. 8 പേരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് കഴിഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ 8 പേരും ഇപ്പൊ അവരവരുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞു. അവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ അഗ്രിമെന്റിന്റെ പേരിൽ തന്നെയാണ്. ഈ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതേസമയം ഖത്തർ ജയിലിൽ കിടക്കുന്ന 600ഓളം ആളുകൾ ഈ ഫയലിൽ മിക്കവാറും അവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ PMOBG അറിയാൻ നിങ്ങൾക്ക് പബ്ലിക് ഗ്രീവൻസ് മുഖാന്തരം സബ്മിറ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. ഇത് മുഴുവൻ ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു അഗ്രിമെന്റ് നിലവിലില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് മടക്കിയതാണ്. ഇതാണ് ആ അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിന്റെ കോപ്പിയാണ്. ഖത്തർ ഗവൺമെന്റിന്റെ സിഗ്നേച്ചർ ആണ്. ഖത്തർ ഗവൺമെന്റിന്റെ ഡെലിഗേറ്റിന്റെ, ഇന്ത്യ ഗവൺമെന്റ് ഡെലിഗേറ്റിന്റെ സിഗ്നേച്ചർ ആണ് ഇതിനകത്ത്. ഇത് മാതൃഭൂമി ദിനപത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. 2015 കരാറിൽ പ്രതീക്ഷ ഗവൺമെന്റിന് വേണ്ടുന്ന ആളുകളുടെ, അതൊരു ക്രിമിലെയർ ആളുകൾ, അവരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല കരാറുകളും. വ്യത്യസ്തമായിട്ടുള്ള പൗരത്വത്തിന്റെ അവസ്ഥ. നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് പാകിസ്ഥാനിലെ ആളുകൾ അവരുടെ നാട്ടിലെത്തിയതാണ്. 53 പാകിസ്ഥാനികളെ ഇതേപോലെ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയതാണ്. ഇതിന്റെ പിറകിൽ നമ്മൾ ഒരു റിട്ട് പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ അജീഷ് എസ് ബ്രൈറ്റ് എന്ന് പറയുന്ന വക്കീൽ മുഖാന്തരം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഫയലാണ് ഇത്.